കൈകൊണ്ട് വാരിയിടാതെ അത് പൊടിഞ്ഞു പോകും. 5 കിലോ വാഴയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്രയുള്ളോ? ആ പിന്നല്ലാതെ. എന്നാലും കിലോയ്ക്ക് 8 രൂപ എന്ന് പറഞ്ഞാ കഷ്ടം തന്നെ. അമ്മയ്ക്ക് തോന്നുന്നതാ, ഈ വിലയ്ക്ക് മനുഷ്യരവിടെ ഇടിയാ. അത് മൂടി വെക്കാൻ. ദേ അച്ഛൻ, എവിടെ അവൻ? ഓ, എന്തേ? 2 ട്രെയിൻ വന്നു, 2ലും ഇല്ല. ശരിക്കും നോക്കിയോ? എന്റെ കണ്ണിന് അത്രയ്ക്ക് കാഴ്ചക്കുറവൊന്നും ആയിട്ടില്ല. കേട്ടോ അച്ഛാ, അവനെ കൽക്കട്ടയിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും ഒക്കെ കഴിച്ചിട്ടേ അമ്മയെ പോലൊരു ഗുണ്ടുമണിയായി കാണും. അതായിരിക്കും അച്ഛന് തിരിച്ചറിയാത്ത. ഓടി അവിടുന്ന്. എന്റെ മക്കൾ 7 മൈൽ അകലെ നിന്നാലും നടപ്പ് കണ്ടാ എനിക്കറിയാം. ചിലപ്പോ ഇരിക്കുകയായിരുന്നെങ്കിലോ? ഇരിക്കുകയാണെങ്കിൽ കൊന്നുകളയുന്നു ഞാൻ. ഇനി ഇപ്പൊ എന്തായാലും ഉച്ചയൂണിന് അവൻ എത്തുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കഴിക്കേ. ഇനിയിപ്പൊ അവനോട് വരട്ടെ, അല്ല അവന് വിഷമാവും. കൃത്യം 12 മണിക്ക് തന്നെ ഊണ് കഴിച്ചോണ്ടൊന്നും നിയമമൊന്നും ഇല്ലല്ലോ. 3 മണിക്ക് ഒരു പരശുരാം എക്സ്പ്രസ് വരാനുണ്ട്, അവിടെ നോക്കാം. ആരായി ഉണ്ണിയപ്പുണ്ടാക്കിയ? ഞാനാ. എങ്ങനെയുണ്ട്? തീരെ നന്നായിട്ടുണ്ട്. നിന്നെ പോലെ തന്നെ ഇരിക്കുന്നു. ഓടി ഉണ്ണിയപ്പി. നീ ആ മുതലാളിയുടെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. അവൻ അവിടെ വല്ലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്നെ കൊണ്ട് മേലമ്മേ, അയാൾ എന്തെങ്കിലും വഴക്ക് പറയും. ഏയ്, വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാ മതി. ദേ പൊന്നിട്ടുചാന്റെ കടയിലേ 2 രൂപയാ ലോക്കൽ കോള് വിളിക്കാൻ. ഓ, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 2 രൂപ അങ്ങോട്ട് ഇടടി, പിന്നെ തരാം. നോക്കട്ടെ. എന്തായി? എപ്പോഴാ വരണേന്ന് പറഞ്ഞു? ചോദിച്ചത് കേട്ടില്ലേ? അവൻ എപ്പോഴേ വന്നു കഴിഞ്ഞമ്മേ. വന്നു? ആ, പ്ലെയിനിലാ വന്നെന്ന്. അമ്മ എങ്ങോട്ടാ? അച്ഛൻ വന്ന ഈ കാര്യമൊന്നും പറയണ്ട. ഊണ് വിളമ്പി കൊടുത്തേക്ക്. അമ്മ അവനെ കാണാൻ പോവാ? സന്ധ്യയാകാറായമ്മേ. ഈ നേരത്ത്? ഞാൻ ഉടനെ വന്നേക്കാം. അമ്മ എന്താ ഇവിടെ? പ്രതീക്ഷിച്ചില്ല അല്ലേ? ദീപയുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. എന്തിനാ ഈ വേഷത്തില് കാക്കാലത്തെ പോലെ? വെളുപ്പാങ്കാലം മുതല് പൊന്നാരമോൻ വരുന്നത് നോക്കി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുകിടക്കുക അച്ഛൻ. ഞാൻ പ്ലെയിനിലാ വന്നത്. ഓ, പറന്നാണ് വരുന്നതെന്ന് അറിഞ്ഞില്ല. ദീപയുടെ അച്ഛന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എനിക്ക് പെരുമാറാതിരിക്കാൻ ഒക്കുവോ? അച്ഛനെ പോലെ ഞാനും ഉത്തരവാദിത്തം തെണ്ടി അടക്കണമെന്നാണോ? വിസ്തരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. വലിയ വീട്ടിലെ മരുമകനായപ്പോ നിനക്ക് ഞാൻ കാക്കാലത്തെയായി, അച്ഛൻ തെണ്ടിയായി അല്ലേടാ? അങ്ങനെ തെണ്ടിട്ടാ നീയൊക്കെ ഇത്രയായത്. ഞാനൊന്നും മറന്നിട്ടില്ല. അമ്മയ്ക്കറിയോ, ദീപയുടെ അച്ഛൻ്റെ അടുത്ത് 25,000 ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ കയ്യിലിരിക്കുന്ന ആധാരം വെറുതെ ഒന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി. ആധാരം കൊടുത്താലാണെങ്കിൽ 1000 പലിശക്കാരുണ്ടടാ ഈ നാട്ടില്. നന്ദി കെട്ടവനെ, ഞാൻ മരിച്ച എന്റെ ശവം കാണാൻ പോലും നീ വരരുത്. ഒന്ന് നിക്കണേ. നിങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. തന്ത വരുമെന്നാ കരുതിയത്. എന്റെ മോളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ആളാ. അതിന്റെ വിഷമം അയാളൊന്ന് അറിയട്ടെ. ഇല്ലെങ്കിൽ KRCയുടെ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ? അങ്ങനെ അങ്ങ് ആയിപ്പോയി. പകരത്തിന് പകരമായി ചെന്ന് അയാളോട് പറഞ്ഞേരെ. താനീ സന്ധ്യക്ക് എവിടെ പോയതാ? എങ്ങോട്ടുമില്ല. സന്തോഷം എത്തിയില്ല.
വൈകുന്നേരം ബൊക്കാറെന്നോ മറ്റോ പറഞ്ഞൊരു ട്രെയിനുണ്ട്. അത് 4-5 മണിക്കൂർ ലേറ്റുവാ. ഇനി പാതിരാത്രിക്കെങ്ങാനും സ്റ്റേഷനിൽ വന്നിറങ്ങി അവൻ കിടന്ന് ചുറ്റുമെന്ന എന്റെ പേടി. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, വന്നോളൂ. അച്ഛൻ ഊണ് കൊടുത്തോ? ഊണ് കഴിക്കാൻ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? നല്ലൊരു ദിവസമായിട്ട് താരം കൂടി ഇല്ല, പിന്നെ എങ്ങനെ അടുവും? എല്ലാരും എന്നും ഉണ്ടാവോ? തനിക്കെന്താ ഒരു വല്ലായ്മ പോലെ? ഒന്നുമില്ല മോളെ, ചോറെടുത്ത് വെക്കേ. കാത്തിരുന്ന് വിശപ്പ് കിട്ടും. എനിക്ക് ഇത്തിരി കഞ്ഞോളം മതി. എന്താ മോളെ? ഇപ്പോ തലചുറ്റല് തോന്നുന്നുണ്ടോ? ഇപ്പൊ അസുഖമൊന്നും തോന്നണില്ല. ഞാൻ വീട്ടിൽ പൊയ്ക്കോട്ടെ? കൊണ്ടുപോണോ? പോകാമെങ്കിൽ ഓണേന് വിരോധമില്ല, പക്ഷെ വീട്ടിൽ പോയാലും റെസ്റ്റ് എടുക്കണം. ആ, ബോഡി വളരെ വീക്കാ. പ്രഷറിന് വേരിയേഷൻ ഉണ്ട്, സൂക്ഷിക്കണം. ആ, ഓവർ ടെൻഷനോ എക്സൈറ്റഡോ ഒന്നും ആകാൻ പാടില്ല. ആ. മരുന്ന് കുറിച്ച് തരാം, അത് മുടങ്ങാൻ കൊടുക്കണം. കൊടുക്കാം. ബോഡി വളരെ വീക്കാ. പ്രഷറിന് വേരിയേഷൻ ഉണ്ട്, സൂക്ഷിക്കണം. ആനയുടെ പിരിവ് പോകുന്നു. ഞാനതിന് തിരികെ ശരിയാക്കുമായിരുന്നു. നീ ആരാ, കൊല്ലന്റെ മോളോ? അച്ഛൻ കൊല്ലനാ. ഏ? ഞാനങ്ങനെ പറയില്ലാന്ന് പറയായിരുന്നു. ഇങ്ങനെ തല്ലി കൊട്ടിയാവുന്നു, അത് ശരിയാവാൻ പോണില്ല. പുതിയ 2 സ്ക്രൂ വാങ്ങിക്കച്ചാ. ഇത് തന്നെ ശരിയാക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാധവേട്ടാ, ആ, എന്താണ് ശരി? വീടിന്റെ ബാക്കി പണി തീർക്കണ്ടേ? പിന്നെ തീർക്കണ്ടേ? ആ, ഇനി ഇപ്പൊ എന്നാ? വയ്യ പണിക്കാരെ കിട്ടാൻ വലിയ പാടാ. മഴക്കാലമാ വരാൻ പോണത്. അതിനു മുമ്പേ മേക്കൂര കയറ്റിയില്ലെങ്കിൽ ഇതുവരെ ചെയ്ത പണി മുഴുവൻ പാഴാകും. എന്നെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചാ മതി. എന്തായാലും ഇനി അധികം വൈകരുത്. അപ്പോ ഞാൻ പോട്ടെ. ആ, അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ? ഉത്തമേട്ടനോടൊന്ന് ചോദിച്ചു നോക്കൂടെ? അവന്റെ കയ്യിൽ എവിടുന്നാ പണം? അതെ, ഊർമിളേച്ചിയുടെ കയ്യിൽ നെക്ലസ് ഉണ്ടല്ലോ, അതൊന്ന് തരാൻ പറഞ്ഞൂടെ? എപ്പോഴും ഇട്ട് നടക്കുന്ന സാധനമൊന്നും അല്ലല്ലോ. അത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യം നടക്കുവോ? മതിയാവില്ല അച്ഛാ? ആ.